എൻ്റെ മുന്നിലിരിക്കുന്നതേ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഊറ്റി വെച്ചേക്കുന്നതാണ്ട. പക്ഷേ ഇതിനകത്ത് എഞ്ചിൻ ഓയിലിനേക്കാളും കൂടുതലുള്ള ഡീസലാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോട്ടാ. ഈ വെള്ളത്തിലോട്ട് നോക്കിക്കോണേ, കണ്ടോ? ഡീസൽ മേളിൽ നിൽക്കുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ താഴോട്ട് പോയിട്ട് പൊങ്ങി വരുന്നത് കണ്ടോ? കണ്ടോ? ഒരു ബ്ലാക്ക് കുത്തു വരുന്നുണ്ടോ? അത് എഞ്ചിൻ ഓയിലും മറ്റേത് മേളിൽ നിൽക്കുന്നത് ഡീസലും വേണ്ട. കണ്ടോ? ഒരു 3-4 തുള്ളി ഇടുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഡീസലാണ്. എഞ്ചിൻ ഓയിലേക്കാളും കൂടുതലുള്ളത് ഡീസലാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിലിനകത്തോട്ട് ഡീസൽ മിക്സ് ആയിക്കണതാണ്. അപ്പോൾ അങ്ങനെ മിക്സ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എഞ്ചിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെ മിക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ വാൽക്കോവർ ഞാൻ സാധാരണ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്, വാൽക്കോവർ പാക്കിംഗ് ആയിട്ട് മാറ്റാൻ നിൽക്കണ്ട, മാറുമ്പോൾ വാൽക്കോവർ അസംബിൾ മാറ്റിക്കുമെന്ന്. അപ്പോൾ അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഇഞ്ചക്ടറിൻ്റെ സീല് മാറ്റിയിട്ടുണ്ട്. ഒരു കണ്ടോ, കാണുന്നുണ്ടോ? ഒരു സീല് മാറ്റി, ഇതിൻ്റെ കളർ നോക്കി സീല് മാറിയിട്ടുണ്ട് കണ്ടോ? അപ്പോൾ ഈ സീല് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചക്ടർ ഇറങ്ങിയിരിക്കുന്നത് ഈ ഹോളിനകത്തൂടെ ഈ സീലിനകത്ത് ഇരിക്കണം കേട്ടോ. അപ്പോൾ അതിന് ഇഞ്ചക്ടറിൻ്റെ ഓവർഫ്ലോ ട്യൂബ് ലീക്ക് വരിക, അല്ലെങ്കിൽ മേളിൽ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ഡീസൽ ലീക്ക് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സീല് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സീലിനകത്തൂടെ എന്ത് സംഭവിക്കും? നേരെ ഡീസൽ എഞ്ചിൻ ഓയിലിനകത്തോട്ട് അല്ലെങ്കിൽ എഞ്ചിനകത്തോട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓയിലിലോട്ട് ഡീസൽ മിക്സ് ആവും. ഡീസൽ മിക്സ് ആയി കഴിഞ്ഞാൽ അറിയാമല്ലോ, ലൂബ്രിക്കേഷൻ ഭയങ്കര കുറയും, എഞ്ചിൻ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയാറ്, വാൽക്കോർ പാക്കിങ് ലീക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ വാൽക്കോർ അസംബിളായിട്ട് മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടോ, സീല് മാത്രം മാറ്റിയിട്ട് കിട്ടിയേക്കുന്ന പണിയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ ഓഫ്ലോ ട്യൂബ്, ഇതിനിപ്പോൾ കംപ്ലയിൻറ്റ് വെച്ചാൽ ഓഫ്ലോ ട്യൂബ് ലീക്കായിട്ട് നല്ല രീതിക്ക് ഡീസൽ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ഓഫ്ലോ ട്യൂബ് കംപ്ലീറ്റ് ലീക്കായിട്ട് നല്ല രീതിക്ക് ഡീസൽ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ആ ലീക്കായ ഡീസലാണ് ഇതിനകത്ത് മൊത്തം ഇറങ്ങിയേക്കുന്നത് കേട്ടോ. എഞ്ചിൻ ഓയിലിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഡീസലാണ്. അപ്പോൾ അറിയാമല്ലോ എഞ്ചിനായിട്ട് തീരുമാനമുണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ചെറിയ ലാഭങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ മുട്ട മണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ സൂക്ഷിക്കുക, വാൽക്കോറൊക്കെ വാൽക്കോർ പാക്കിങ് മാറ്റുമ്പോൾ ഇതുപോലെ വള്ളിക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാൽക്കോർ അസംബിൾ മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ പണികൾ കിട്ടും കേട്ടോ.